തിരുനെൽവേലിയിൽ നിന്നും ഉയർന്നു വന്നൊരു താരം. അതാണ് അഷിത ഷെട്ടി. നിങ്ങൾ ബോധി ട്രീ ഫൗണ്ടേഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഗ്രാമീണ ബിരുദധാരികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന വൻ മരമാണ്. ആ മരത്തണലിൽ നാട്ടിൻപുറത്തെ ബിരുദധാരികൾ ഉൾപ്പെടെയുള്ള ഗ്രാമീണർ പുതുപുത്തൻ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നു. അവർ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ചത് പ്രായോഗികമാക്കാൻ പ്രാപ്തരാക്കുന്നു. വിശാലമായ ഈ ലോകത്തേക്ക് അവർ അവിടെ നിന്ന് സഞ്ചരിക്കുന്നു. ആ ഗ്രാമത്തിലെ യുവതി യുവാക്കൾക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഗ്രാമീണ പഠിതാക്കളുടെയും നിത്യശാപമായ ആശയവിനിമയ ശേഷിയില്ലായ്മ പരിഹരിക്കപ്പെടുന്നു. അവർ ഭംഗിയായി സംസാരിക്കാൻ പഠിക്കുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച മിടുമിടുക്കിയായ പെൺകുട്ടിയാണ് അഷിത ഷെട്ടി. ഏറെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പെട്ട് അവൾ പഠിച്ചു. അവളുടെ പഠനത്തിന് പണം കണ്ടെത്താൻ അവൾ മറ്റുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകാൻ തുടങ്ങി. ഇന്ന് 2400-ലേറെ പേർക്ക് തണലാണിവർ. തിരുനെൽവേലിയിലെ മുക്കടൽ എന്ന ഗ്രാമത്തിൽ ബീഡി തൊഴിലാളികളുടെ മകളായാണ് അഷിത ജനിച്ചത്. തന്റെ ചെറുപ്പത്തിൽ താൻ കരുതിയിരുന്നത് പുരുഷന്മാർ സ്ത്രീകൾക്ക് നേരെ ശബ്ദമുയർത്തുന്നതും കൈ ഉയർത്തുന്നതും എല്ലാം സാധാരണ സംഭവങ്ങളാണ് എന്നാണ്. അതിൽ തെറ്റുള്ളതായി അന്ന് അവൾക്ക് തോന്നിയിട്ടുമില്ല. അഷിത പറയുന്നു, ഗ്രാമത്തിലെ മറ്റുള്ളവരെ പോലെ തന്നെ അഷിതയുടെ മാതാപിതാക്കളും പാവപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മേൽ ആർക്കും പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അഷിത കരുതുന്നു. അഷിതയുടെ മൂത്ത സഹോദരിയുടെ വിവാഹം സ്കൂൾ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ നടന്നു. താനും അതേ വിധിയിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് കരുതി ഭയത്തോടെയാണ് അവൾ കഴിഞ്ഞിരുന്നത്. നന്നേ ചെറുപ്പത്തിലെ തന്നെ അഷിതയ്ക്ക് വായന വലിയ ഇഷ്ടമായിരുന്നു. തൻ്റെ കുഞ്ഞു ഗ്രാമത്തിന് അപ്പുറത്തേക്കുള്ള വിശാലമായ ലോകത്തെക്കുറിച്ച് അവൾ അറിയുന്നത് പുസ്തകങ്ങളിലൂടെയും മാസികകളിലൂടെയും ഒക്കെ ആയിരുന്നു. ഈറോം ശർമ്മയുടെ അനുഭവങ്ങളെക്കുറിച്ച് വായിച്ചത് അവളെ ആഴത്തിൽ സ്പർശിച്ചു. 13-ാമത്തെ വയസ്സിൽ അവൾ ഹെലൻ കെല്ലറുടെ ആത്മകഥ വായിച്ചു. അത്ഭുതപ്പെട്ടുപോയി ആ പെൺകുട്ടി. ഹെലൻ കെല്ലർക്ക് 19 മാസം പ്രായമുള്ളപ്പോൾ ഒരു പനി വന്നു. ആ പനി പിന്നെ ടൈഫോയിഡായി ഹോസ്പിറ്റലിലെത്തി അവൾ മരിച്ചു എന്ന് വിധി എഴുതി. എന്നാൽ അവളുടെ അമ്മ അത് വകവയ്ക്കാതെ ആ കുഞ്ഞിനെ തന്നെ ഭീമ വെട്ടാതെ നോക്കി നിന്നു. ഒടുവിൽ കണ്ണുകൾക്കൊരു ചലനമുള്ളതുപോലെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. ആ അമ്മ ബഹളം കൂട്ടി. ഉടനെ തന്നെ ഡോക്ടർമാർ വീണ്ടും ഈ കുഞ്ഞിനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഏതാണ്ട് 5-8 മണിക്കൂർ നേരത്തെ ശ്രമഫലമായി ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. പക്ഷേ ആ ഡോക്ടർമാർ പറഞ്ഞു, ഈ കുഞ്ഞിന് ലോകം കാണുകയില്ല, ഈ കുഞ്ഞിനെ ആരോടും സംസാരിക്കുകയില്ല, ഈ കുഞ്ഞിന് നിങ്ങൾ പറയുന്നത് കേൾക്കാനും കഴിയുകയില്ല. ചുരുക്കി പറഞ്ഞാൽ ആരെങ്കിലും സ്പർശിച്ചാൽ മാത്രം തിരിച്ചറിയുന്ന ഒരു മാംസപിണ്ഡമായി എത്തിയ 19 മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി അവരെ പഠിപ്പിച്ചത് ആൻ സള്ളിവൻ എന്ന് പറയുന്ന ഒരു അധ്യാപികയായിരുന്നു. ആ അധ്യാപികയ്ക്കുണ്ടായിരുന്ന ഒരു സവിശേഷത, അവർക്കും കണ്ണ് കാണില്ലായിരുന്നു. ആ കണ്ണ് കാണാത്ത അധ്യാപിക ഈ കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ അറിയാത്ത ഈ പാവം പെൺകുട്ടിയെ പഠിപ്പിച്ച് ലോകത്തിന്റെ നെറുകയിലെത്തിയ കഥയാണ് അഷിതയ്ക്ക് വളരെയേറെ കൗതുകം തോന്നിയത്. തൻ്റെ വിധി മാറ്റാനുള്ള ശക്തി തനിക്ക് തന്നെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. അതോടെ സ്വന്തം ജീവിതം മാറണമെങ്കിൽ താൻ തന്നെ ശ്രമിക്കണമെന്ന് അവൾക്ക് മനസ്സിലായി. ആ പരിതാപകരമായ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാനും അവൾ ആഗ്രഹിച്ചു. TV ജേർണലിസ്റ്റായ ബർഖ ദത്തയും അവളെ ഏറെ ആകർഷിച്ചവരിൽ പെടുന്നു. ബർഖ ദത്ത അവതാരികയായി വന്ന പരിപാടികളെല്ലാം അഷിത കണ്ടു തുടങ്ങി. അവളുടെ അമ്മ പറയുന്നത്രയും എണ്ണം ബീഡി തെറുത്തു കഴിഞ്ഞാൽ അവളെ ബർഖ ദത്തയുടെ ഒരു പ്രോഗ്രാം കാണാൻ സമ്മതിക്കും. അതായിരുന്നു അവർ തമ്മിലുള്ള കരാർ. ഈ പരിപാടികളിലൂടെ അവളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെട്ടു തുടങ്ങി. അഷിതയുടെ അവസാന ബിരുദ പഠന കാലത്താണ് കുമുദം എന്ന തമിഴ് മാസികയിൽ അവൾ യങ് ഇന്ത്യ ഫെലോഷിപ്പിനെ കുറിച്ച് വായിക്കുന്നത്. അവൾ അതിനായി തീവ്രമായി ആഗ്രഹിച്ചു. ഒരു ലൈബ്രറിയന്റെ സഹായത്തോടെ അഷിത ഇമെയിൽ ID ഉണ്ടാക്കി. ടെലിഫോൺ ഇന്റർവ്യൂവിനുള്ള മൊബൈൽ ഒരു സ്നേഹിതയോട് കടം വാങ്ങി. ഇന്റർവ്യൂവിന് ഡൽഹിയിൽ പോകണം, പണമില്ല. ഇന്റർവ്യൂ ബോർഡ് സ്കൈപ്പ് ഇന്റർവ്യൂ ഒരുക്കിയതോടെ ആ കടമ്പയും കടന്നു. അതിശയോക്തിയല്ല, യങ് ഇന്ത്യ സ്കോളർഷിപ്പിനുള്ള ഇന്റർവ്യൂവിലാണ് അഷിത ആദ്യമായി ഇംഗ്ലീഷ് സംസാരിച്ചത്. അതിപ്പോഴും സുഖമുള്ള ഒരു ഞെട്ടലാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ഫെലോഷിപ്പ് ലഭിച്ചു. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നതുകൊണ്ട് തന്നെ അവൾക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ അവൾ ജയിച്ചതോടെ ഒരു ആത്മവിശ്വാസം കൈവന്നു. സ്കോളർഷിപ്പ് കിട്ടി. ദില്ലിയിലെത്തിയത് അവളുടെ ജീവിതത്തെ സ്വാധീനിച്ചു. ആദ്യമൊക്കെ അവളെ സംബന്ധിച്ച് ദില്ലിയിലെ ജീവിതം ദുസ്സഹമായി. പക്ഷേ എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിച്ചെടുത്തു. പുലർച്ചെ 4 മണി വരെയൊക്കെ അവൾ ഇരുന്ന് പഠിക്കുകയും അസൈൻമെൻറ്റുകൾ എഴുതുകയും ചെയ്തു. മറ്റുള്ളവർക്കൊക്കെ ഇംഗ്ലീഷ് നന്നായി അറിയാമായിരുന്നത് കൊണ്ട് തന്നെ അവരെക്കാൾ 10 മടങ്ങ് കഷ്ടപ്പെട്ടിട്ടാണ് അഷിത മുന്നോട്ട് നീങ്ങിയത്. താൻ ജനിച്ചപ്പോൾ തൻ്റെ മാതാപിതാക്കൾ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ കൂടി ഈ ഭൂമിയിലേക്ക് വരണമെന്ന് അവർക്ക് ആഗ്രഹമേ ഇല്ലായിരുന്നു എന്ന് അഷിത പറയുന്നു.
എന്നാൽ പിന്നീട് അഷിതയ്ക്ക് ഏറ്റവും അധികം കരുത്ത് പകർന്നത് അവളുടെ അമ്മ തന്നെയായിരുന്നു. താൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് അമ്മയുടെ പിന്തുണ കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് അഷിത മിക്കപ്പോഴും പറയുമായിരുന്നു. 2014 മേയിലാണ് അഷിത ബോധി ട്രീ ഫൗണ്ടേഷൻ തുടങ്ങുന്നത്. തങ്ങളുടേതുപോലുള്ളവരുടെ നില മെച്ചപ്പെടുത്തുന്നതിനായി തുടങ്ങിയതാണ് ബോധി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുക, കരിയർ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുക, ലീഡർഷിപ്പ് ക്വാളിറ്റി കൂട്ടുക തുടങ്ങിയവയൊക്കെയാണ് ബോധിയിലൂടെ ചെയ്തു വരുന്നത്. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരും തനിക്ക് എന്താകണമെന്ന് ചോദിച്ചിട്ടേയില്ല. ഈ കുട്ടികൾ അങ്ങനെ ആവരുത്, അതിനാണ് ബോധി എന്നാണ് അഷിത പറയുന്നത്. പാവപ്പെട്ട കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് മറ്റു കുട്ടികളോടൊപ്പം എളുപ്പത്തിൽ ഇടപഴകാൻ പോലും ആകുമായിരുന്നില്ല. അപകർഷതാബോധം ഉണ്ടാകും. തൻ്റെ ജീവിതത്തിൽ തനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് അഷിത പറയുന്നു. ഒടുവിൽ അവളുടെ കുടുംബത്തിലെ 1ാം തലമുറ ബിരുദധാരികളായി ഉയർന്നു വരാൻ അവൾ മുന്നിട്ടിറങ്ങി. അതിൽ അഷിത വിജയം കണ്ടു. എന്നിരുന്നാലും ഇത് ആദ്യപടി മാത്രമായിരുന്നു. വിദ്യാഭ്യാസം, നൈപുണ്യ പരിപാടികൾ, മറ്റ് അവസരങ്ങൾ എന്നിവയിലൂടെ അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കി. അതാണ് ബോധി ട്രീ ഫൗണ്ടേഷൻ. വിദ്യാഭ്യാസം, വിഭവങ്ങൾ, കഴിവുകൾ അല്ലെങ്കിൽ അവസരങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നഗര ഗ്രാമ വിഭജനമില്ലാത്ത ഒരു ഇന്ത്യയിൽ ജീവിക്കുക എന്നതാണ് അഷിതയുടെ ആത്യന്തികമായ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള അഷിത ഷെട്ടിയുടെ പടവുകളാണ് ബോധി ട്രീ ഫൗണ്ടേഷൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്തരമൊരു സ്വപ്നമുണ്ടാകണം. എങ്കിലേ ജീവിതം ധന്യമാകൂ. ഗുഡ് ബൈ.